ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുഞ്ഞി കിളിക്കൂടാണ്, നല്ല സ്വീറ്റായ കിളിക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊപ്പം ഗുലാബ് ജാമുണ്. അപ്പോൾ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 300 ഗ്രാമിൻ്റെ സേമിയാണ്. അപ്പോൾ ഇതാണ് സേമിയ കേട്ടോ. അത്രയും ചെറിയൊരു സേമിയ, കുറച്ച് തടിച്ചത് കിട്ടും നമുക്ക്. ആ സേമിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 50 ഗ്രാമിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാതെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് നമുക്ക് ഈ സേമിയ ആദ്യം നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് ഒരു ബ്രൗണിഷ് കളറാവില്ലേ, ഒരു ഗോൾഡൻ ബ്രൗണ്, ആ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വറുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ റോസ്റ്റഡ് ആണെങ്കിലും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 30 സെക്കൻഡ് മൈക്രോവേവിൽ വെച്ചതാണ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ. എന്നിട്ട് ഇത് അതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം എപ്പോഴും ഒരു സെമി മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ വെക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഗ്രാമിൻ്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടിയും ഒഴിക്കാം. അപ്പോൾ 1/2 കപ്പ് നിങ്ങളെ മധുരം അനുസരിച്ചിട്ടാട്ടോ, ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാനൊരു ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. സ്വീറ്റ് ഐറ്റംസിന് ഉപ്പിടണത് നല്ലതാണ്. എന്നിട്ട് ഞാൻ ഈ തീയൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തീയൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലത്തെ ഒരു ബൗളെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് എന്താ പറയുക, എല്ലാതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ കിളിക്കൂട് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഇതേപോലെ നല്ലൊന്ന് അമർത്തിയിട്ട് ചെയ്യണം, നല്ലൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് നമുക്ക് കിളിക്കൂടിൻ്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാം. നമ്മൾ ബൗളെടുക്കുമ്പോഴല്ലേ ചെറിയ ബൗളിൽ ചെയ്യണം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ കിളിക്കൂട് കാണാൻ. അതേപോലെ നല്ല കുഴിയുള്ള ബൗളായിരിക്കണം. അങ്ങനെ ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം റാപ്പ് ചെയ്തിട്ട്. അതിനുശേഷം നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഗുലാബ് ജാമുൻ്റെ ഞാൻ പറഞ്ഞല്ലോ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. അപ്പോൾ അത് നോക്കണേ ഒന്ന്. അപ്പോൾ ഇത് ബ്രെഡ് ഗുലാബ് ജാമുനാണ്. അങ്ങനെ 30 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തപ്പോൾ ഇതേപോലെ പെട്ടെന്ന് അടുത്ത് കിട്ടും. നമ്മളൊരു ബട്ടറോ അല്ലെങ്കിൽ എണ്ണ ഒന്നും എന്താ പറയുക പരട്ടൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്കിങ്ങനെ പൊട്ടി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അങ്ങനെ നമുക്ക് കടിച്ചാൽ നല്ല ശബ്ദം ഉണ്ടാവും കേട്ടോ. നല്ല ക്രിസ്പിയാണ് നമ്മളെ സേമിയൊക്കെ. ഇനി ഇതിലോട്ട് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് ചോക്ലേറ്റ്സ് ഇടാം, അല്ലെങ്കിൽ ഇതേപോലെ ഗുലാബ് ജാമുൻ ഇട്ടിട്ട് അതിൻ്റെ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിളിക്കൂട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്. ആകെ കണ്ടൻസ് മിൽക്കും പിന്നെ അതേപോലെ ബട്ടറും വെർമിസെല്ലി മാത്രം മതി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തീരെ മറക്കരുതേ. അതേപോലെ ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയും മറക്കരുത്. താഴെ തന്നെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയും കാണണേ. അപ്പോൾ ബൈ.